ഹലോ ഹായ് എവരി വൺ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു വോളറ്റൈൽ മീൻസ് ഒരു നിഫ്റ്റിക്കാണെങ്കിൽ ഒരു വൺ സൈഡ് മേളിലേക്ക് കയറിപ്പോയി. ബാങ്ക് നിഫ്റ്റി ഒരു നമ്മുടെ സപ്ലൈ സോണിൻ്റെ ബിലോ ആയിട്ട് തന്നെ ഇന്ന് മാക്സിമം ട്രേഡ് ചെയ്തു. ഓൾമോസ്റ്റ് സപ്ലൈ സോണിന് താഴെയായിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് ഒരു മൂവ് അപ്പ് ആവാൻ പറ്റിയിട്ടുണ്ടായില്ല. നിഫ്റ്റി നല്ലൊരു റാലി നമുക്ക് തരുകയും ചെയ്തു. അതോടൊപ്പം ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഡേയ്സിലൊക്കെ പറഞ്ഞ വിക്സ് 13% ഇന്ന് അപ്പായി. ഒരു സിംഗിൾ ഡേ 13% ഇന്ന് വിക്സ് അപ്പായി. നമ്മൾ എല്ലാ ദിവസവും വിക്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് വിക്സ് കൂടുമെന്ന് വിചാരിക്കാം. നമ്മൾ ലാസ്റ്റ് ഡേ ഒരു സ്ട്രാറ്റജി ഒക്കെ ഡിസ്കസ് ചെയ്തു. അത് നമ്മൾ കയറിയ ഒരു സ്ട്രാറ്റജി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ എല്ലാവരും ഒരു മെസ്സേജ് ചെയ്ത് ചോദിച്ചായിരുന്നു. മിക്കവർക്കും അത് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെയൊക്കെ കാരണങ്ങൾ. അത് മെയിൻ ചില ബ്രോക്കേഴ്സ് OTMലാണ് നമ്മൾ മാക്സിമം ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് ലിമിറ്റഡ് ലോസ് കുറക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് പ്രോഫിറ്റ് ഈ സ്ട്രാറ്റജി ഒരിക്കലും നിങ്ങൾ എല്ലാ പ്രാവശ്യവും ചെയ്യാൻ പറ്റുന്ന വൺസ് ഇൻ എ ഇയർ അല്ലെങ്കിൽ ഒരു ഇലക്ഷനോ അല്ലെങ്കിൽ മെയിനായിട്ട് എന്തെങ്കിലും ഇവന്റ് ഉണ്ടെങ്കിലോ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന വിക്സ് നമുക്ക് കൂടും. അതായത് പ്രീമിയത്തിന് ഒരു സഡൻ ഹൈക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഡേയ്സ് എന്ന് മാത്രം അതിനൊക്കെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കറക്റ്റായിട്ട് ഡിപ്ലോയ് ചെയ്യാനും പറ്റണം. ഇനി അതല്ല, നമ്മൾ എപ്പോഴും മെയിനായിട്ട് നിങ്ങൾ നോക്കുന്നത് ഒരിക്കലും പ്രോഫിറ്റിലല്ല നിങ്ങളത് വെക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര ലോസ് നിങ്ങൾക്ക് അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾ പ്രോഫിറ്റിലേക്കാണ് നിങ്ങൾ അതിനെ മൈൻഡ് ആക്കുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും ആ ട്രേഡിൽ നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവില്ല. അതിന് പകരം വൺസ് ഇൻ എ ഇയർ കിട്ടാവുന്ന ഒരു മാക്സിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫേസ് ചെയ്യേണ്ട ആ ലോസ് നിങ്ങൾ അറിഞ്ഞിരുന്ന ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ബിക്കോസ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലോസ് ഫേസ് ചെയ്യേണ്ട, ആ ലോസ് വന്നാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ എപ്പോഴും അത് പറയുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ആ സ്ട്രാറ്റജിയിൽ കയറുമ്പോൾ അതിൽ ഒറ്റയടിക്ക് ഇത്രയും ക്യാഷ് കിട്ടും അതല്ല പറഞ്ഞത്. നമ്മുടെ ലോസ് ആണ് നമ്മൾ ഫസ്റ്റ് കാണേണ്ടത് എന്ന് തന്നെയാണ്. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു. ആ സ്ട്രാറ്റജി പ്രോഫിറ്റ് ആവാൻ നമുക്ക് വിക്സിന്റെ ഒരു പ്രോബിലിറ്റി ആണ് നമ്മൾ ഇനി വരും ദിവസങ്ങളാകുമ്പോൾ പറഞ്ഞത്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ സ്ട്രാറ്റജി കയറിയേക്കുന്നത്. അതിന്റെ പ്രോബബിലിറ്റി POP എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു 13% ആയിരുന്നു എന്നുള്ളത്. അപ്പൊ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്കിലെടുക്കുക. ദെൻ ഇനി അതില് മെയിൻ വേറൊരു വിഷയം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അത് OTM സ്ട്രൈക്കിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന് ബ്രോക്കറേജിന്റെ ഒരു വിഷയം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ചില ബ്രോക്കറേജ്, ഞാനത് പേരറിയാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റുമായിരിക്കും. അതിലൊക്കെ OTM ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഞാൻ ഫയേഴ്സിന്റെ ഇത് ടെലിഗ്രാം ചാനലിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് അതിന്റെ നിങ്ങൾക്ക് മീൻസ് അതിന്റെ ഇതിൽ കയറി ഫയേഴ്സിന്റെ ഇത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാം. ഫയേഴ്സിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ സ്ട്രാറ്റജീസ് ഒക്കെ എടുക്കാം. ഒറ്റ ബാസ്ക്കറ്റ് ഓർഡറിൽ ഇടാനും പറ്റും. ആ കാര്യങ്ങളിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ആൻഡ് അങ്ങനത്തെ 2-3 നേരം എന്നോട് ഡൗട്ട് ചോദിച്ചായിരുന്നു. അതാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്ത് പോവാ. ദെൻ അപ്പൊ അങ്ങനെയാണ് ഓൾറെഡി ആ സ്ട്രാറ്റജിയിൽ കയറി. ഇനി നല്ലൊരു സ്ട്രൈക്ക് പ്രൈസോ അല്ലെങ്കിൽ നല്ല ഇതല്ലാണ്ട് നിങ്ങൾ എന്താ പറയാ അതിൽ കയറാൻ മീൻസ് നല്ലൊരു ടൈം അല്ലാണ്ട് ആ ബഡ്ജറ്റ് ഡേന്റെ ജസ്റ്റ് ഡേ ബിഫോറിലൊന്നും കയറാണ്ടിരിക്കുക. ബിക്കോസ് അന്നൊക്കെ അത്യാവശ്യം നല്ല വിക്സ് കയറിയിട്ടുണ്ടെങ്കിൽ അന്ന് ചിലപ്പോൾ വിക്സ് ഡൗൺ ആവുന്ന ദിവസമായിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. അതോടൊപ്പം നെക്സ്റ്റ് ഡേയിലേക്കുള്ള മീൻസ് മാർക്കറ്റിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ വിക്സ് തന്നെയാണ്. ആ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസിൽ ഇന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വിക്സ് ഓൾമോസ്റ്റ് 30% അപ്പായ കാര്യങ്ങളും പിന്നെ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ വന്നാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടും. ആൻഡ് ഇതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇന്നത്തെ ട്രേഡിന്റെ കാര്യങ്ങളും അതും ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മറ്റേ ട്രേഡ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ സപ്ലൈ സോണും പിന്നെ ഓപ്പണിംഗ് ലെവലും എല്ലാം ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്ക് ഉപയോഗിച്ച് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ
അതിലേക്ക് കയറാൻ നോക്കുക. സോ അപ്പോൾ ഇനി നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. ഇൻട്രാഡേ അനാലിസിസിൽ ഒരു ചെറിയ രീതിയിലുള്ള ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഇനീഷ്യലി തന്നത് ആൻഡ് ഡിമാൻഡ് സപ്ലൈ സോണിലേക്കാണ് പോയത്. സപ്ലൈ സോണിൽ നിന്ന് ബ്രേക്ക് ഔട്ട് വന്നിട്ട് അവിടെ കറക്റ്റ് എക്സാക്ട്ലി ആൻഡ് അവിടെ ആ ബൗൺസ് ബാക്ക് വന്ന ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം. കറക്റ്റായിട്ട് അവിടെ എന്താണ് ശരിക്കും നല്ലൊരു റീടെസ്റ്റ് ആണ് തരുന്നത്. റീടെസ്റ്റ് വന്നിട്ടാണ് നല്ലൊരു പുൾ ബാക്ക് തന്നത്. ദെൻ അവിടെ നിന്ന് പിന്നെയും പോയി, പിന്നെയും നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 21,700 ആ റേഞ്ചിൽ വന്നിട്ട് പിന്നെയും ഒരു കൺസോൾട്ടേഷൻ, പിന്നെ അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ടാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓൾറെഡി നിഫ്റ്റി നല്ലൊരു പോസിറ്റീവ് ബയാസിലായിരുന്നു ഈവൻ ഇൻ ദ മോർണിംഗ് തൊട്ടിട്ട്. സോ അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി പറയാനാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു ഇവിടെ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് സ്ലോലി ടു സപ്ലൈ സോൺ ആയിരുന്നു. നിഫ്റ്റിയുടെ അത്രയും ഒരു പവർ ഉണ്ടായില്ല. ദെൻ നിഫ്റ്റിയിൽ ഒന്ന് ഡ്രാഗ് ചെയ്തത് തന്നെ നമുക്ക് ചെറിയൊരു സ്ഥലത്തൊക്കെ ഡ്രാഗ് ചെയ്ത് തന്നെ ബാങ്ക് നിഫ്റ്റി ആണ്. ബാങ്ക് നിഫ്റ്റി സപ്ലൈ സോണിന്റെ താഴെ ശരിക്കും കൺസോൾട്ടേറ്റ് ചെയ്തു. അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ആ സപ്ലൈ സോണും പിന്നെ ഡേലോ ഡേലോ അല്ല സിംഗ് ലോ ഒക്കെ വെച്ചിട്ട് അൾട്ടിമേറ്റ്ലി ഒരു നല്ല ക്ലിയർലി ആയിട്ടുള്ള എന്താ പറയുക ഒരു കൺസോൾട്ടേഷൻ, ഒരു സൈഡ് വേസ് ട്രേഡ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായത്. സോ അപ്പോൾ അതാണ് നിഫ്റ്റി പോസിറ്റീവ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഇതായിരുന്നു മീൻസ് അൾട്ടിമേറ്റ്ലി ഒരു എന്താ പറയുക നമുക്കൊരു സൈഡ് വേസ് ട്രേഡിംഗ് ആയിരുന്നു ഓപ്പൺ ആയതിനു ശേഷം. ബട്ട് നമുക്ക് കാണാൻ കഴിയാം 1.8% ബാങ്ക് നിഫ്റ്റി അപ്പ് ആയിട്ടുണ്ട്, 1.28% നിഫ്റ്റിയും 1.28 ബാങ്ക് നിഫ്റ്റി ആൻഡ് 1.8% നിഫ്റ്റി ആൻഡ് ദ മെയിൻ ആൻഡ് നമുക്ക് അപ്പായതിനു ശേഷവും നമുക്ക് വിക്സ് വന്നേക്കുന്നത് 13% ആണ്. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസിൽ പറയാനുള്ളത്. നമുക്ക് OA വെച്ചിട്ട് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയുടെ ഹിസ്റ്റോറിക്കൽ ലോയിൽ വെച്ചിട്ട് 21,700 ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. 21,500 നിങ്ങൾക്ക് ചെറുതായിട്ട് കോൾ ബിൽഡിംഗ് കാണാം. സ്ട്രാഡിലല്ല സപ്പോർട്ടായിട്ട് തന്നെ വെക്കാം, ബട്ട് അവിടെ ഒരു ഇതുണ്ട് മീൻസ് അവിടെ കോൾ ബിൽഡിംഗ് കാണാം. 21,500 കോൾ ബിൽഡിംഗ് കാണാം. ഇവിടെ നമ്മൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ നമ്മൾ എപ്പോൾ താഴേക്ക് പോയാലും മേളിലേക്കായിരുന്നു നമുക്ക് പുട്ട് ബിൽഡിംഗ് വരാറ്. ഇപ്പൊ നേരെ റിവേഴ്സ് വൈസ് വേഴ്സ് ആയിട്ട് നമുക്ക് താഴേക്ക് കാണാൻ കഴിയുന്നുണ്ട്. താഴെ കോൾ ബിൽഡിംഗ് വരുന്നത് അത് ഇൻഡിക്കേഷൻ ഓഫ് നെഗറ്റീവ് സൈൻ ആണ്. സോ നമുക്ക് താഴെ മേളിലേക്ക് പോകുന്നതോറും താഴെ കോൾ ബിൽഡിംഗ് വന്നാൽ അങ്ങാട് വരാനുള്ള ഒരു ചാൻസസ് അധികമാണ് എന്നർത്ഥം. സോ അത് നമുക്ക് നല്ലൊരു ഇൻഡിക്കേഷൻ അല്ല. ആൻഡ് 21,800 ആൻഡ് 21,700 ആണ് നമുക്ക് എന്താക്കുന്നത് ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് കാണുന്നത്. അപ്പോൾ 21,700 നമുക്ക് സ്ട്രാഡിലാക്കാം വിത്ത് സപ്പോർട്ടാണ്. ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,000 നിൽക്കുന്നത്. ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് 21,800 ആൻഡ് 21,900 സെയിം എമൗണ്ട് ഓഫ് കോൾ ബിൽഡ് ഉണ്ട്. സോ നമുക്ക് 21,800 ഫസ്റ്റ് ഒരു ഇനീഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ട് 21,800 തന്നെ കൺസിഡർ ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഇപ്പുറത്തേക്ക് പോകും. ദെൻ പിന്നെ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,000 ആണ്. സോ അപ്പോൾ നമുക്ക് എന്താക്കണം നിഫ്റ്റിയിൽ ഓക്കെ നിഫ്റ്റിയിൽ 21,700 സ്ട്രാഡിൽ ഫോർമേഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം. 21,700 സ്ട്രാഡിൽ ഫോർമേഷൻ വിത്ത് സപ്പോർട്ടാണ്. എന്തായാലും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദെൻ പിന്നെ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 21,800 വെക്കാം. അതൊരു നല്ല റെസിസ്റ്റൻസ് അല്ല, ബിക്കോസ് നമുക്ക് അവിടെ ചെറിയ രീതിയിലുള്ള ഒരു പുട്ട് ബിൽഡിംഗ് ഉണ്ട്. എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ദെൻ പിന്നെ നമുക്ക് നല്ല റെസിസ്റ്റൻസ് വരുന്നത് 22,000 സോ ഹയസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,000. ദെൻ നമുക്ക് സ്ട്രാഡിൽ എന്ന് പറയുന്നത് 21,700. ദെൻ ചെറിയ രീതിയിൽ നമുക്ക് ഒരു ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് 21,800 നിൽക്കുന്നത്. സോ അത് മൂന്നുമാണ് നമുക്ക് നമ്മൾ ഇനീഷ്യലി പറയുന്ന ലെവല്. ദെൻ ഇനി നമുക്ക് സപ്പോർട്ടിനൊന്ന് നോക്കാം. സപ്പോർട്ട് അടുപ്പിച്ച് നമുക്ക് എല്ലായിടത്തും കാണാം. ബട്ട് അതോടൊപ്പം നമുക്ക് കോൾ ബിൽഡിങ്ങും കാണാനും കഴിയുന്നുണ്ട്. അതൊരു ചെറിയ രീതിയിലെങ്കിലും അതൊരു ഒന്ന് കൺസേൺ ഫാക്ടറാണ്. 21,600 സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഇനീഷ്യൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് നോക്കാം. 21,500 തന്നെയാണ്. അപ്പോൾ 21,500 നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടായിട്ടുണ്ട്. അവിടെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ചെറിയ ഒരു കോൾ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ലൈറ്റ് ആയിട്ട് കൊടുക്കാം, ബിക്കോസ് അവിടെ നമുക്ക് ചെറിയ ഒരു കോൾ ബിൽഡിംഗ് കാണാനും കഴിയുന്നുണ്ട്.
സോ അപ്പോൾ എങ്ങനെയാണ് 21,500 ആൻഡ് 21,700 ആൻഡ് 21,800 ഇതാണ് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ഒരു ലെവൽ. അപ്പോൾ ഈ ലെവലിൽ നിന്ന് നമുക്ക് എങ്ങനെ പോകും, എങ്ങാടാണെന്നുള്ളത് ഡയറക്ഷൻ നമ്മൾ നോക്കണം. സോ അത് നമുക്ക് നെക്സ്റ്റ് FIDA ഡാറ്റയിൽ അതിൻ്റെ ബയാസ് ഒന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി സോൺസ് മാറ്റാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ അനാലിസിസ് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് 45,500 സ്ട്രാഡിലാണ്. ഓൾമോസ്റ്റ് അവിടെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. വിത്ത് സ്ലൈറ്റ്ലി എന്താ പറയുക, നമുക്കൊരു സ്ലൈറ്റ്ലി പുട്ടാണ് അവിടെ, കോളാണ് കുറച്ച് ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ദെൻ 45-46 അടുത്ത റെസിസ്റ്റൻസ്. ദെൻ 46,500. സോ ഓൾമോസ്റ്റ് ബാക്കി എല്ലായിടത്തും ചെറിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ബട്ട് നമ്മൾ കുറച്ച് ഔട്ട് ദ മണി അല്ലെങ്കിൽ ഇൻ ദ മണിയിലേക്ക് പോകാൻ നേരത്ത് 45,000 പുട്ടിൻ്റെ ഒപ്പം തന്നെ അവിടെ ഒരു കോൾ ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് ഇവിടെ അത്രയും പുട്ട് ബിൽഡിംഗ് ഇല്ല. അപ്പൊ അവിടെയും നമുക്കൊരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. 45,000 എന്താക്കുന്ന കോൾ ബിൽഡിംഗും കൂടി വരുന്നുണ്ട്. സോ അത് നമ്മൾ കെയർഫുൾ ആക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ 45,000 സ്ട്രാഡില് 46,000 റെസിസ്റ്റൻസ് ആണ്. സോ അപ്പൊ നമുക്ക് അത് ആദ്യം ഡ്രോ ചെയ്തിടാം. 45,000 ഓക്കെ, സ്ട്രാഡിൽ 45,000 ദെൻ ഇനീഷ്യൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 45,500 സ്ട്രാഡിൽ വന്നേക്കുന്നത്. ഓക്കെ, 45,500. ഇവിടെ നമുക്കൊരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. ദെൻ ഇനി നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 46,000 അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 46,000 ഓൾറെഡി നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 46,500 ആണ്. ഓക്കെ, അപ്പോൾ അവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ 46,000 ചെറിയൊരു പുട്ടുണ്ട്. ബട്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് അവിടെ എങ്ങനെ ഇനി ഏത് മൂവ്മെന്റ് ആണെന്നുള്ളതിന് ശേഷം മാത്രം നമുക്ക് അവിടെ കയറാം. ദെൻ നമുക്ക് പുട്ട് ബിൽഡിങ് ചെറുതായിട്ട് കുറയണതായിട്ട് കാണാം. അതോടൊപ്പം നമുക്ക് കോളിന്റെ സ്ട്രൈക്കും അവിടെ വരുന്നുണ്ട്. സോ നമുക്ക് ഇനീഷ്യൽ സപ്പോർട്ടായിട്ട് പറയുന്നത് 44,500 അല്ലേ, 45,000. ഓക്കെ, 45,000 നമുക്ക് ഇനീഷ്യലായിട്ട് സപ്പോർട്ടായിട്ട് വരുന്നത്. 45,000 ഇവിടെ നമ്മൾ സപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അത്രയല്ല. ബിക്കോസ് അവിടെ നമുക്ക് കോൾ ബിൽഡിങ്ങും താഴെ വരുന്നുണ്ട് എന്നുള്ളൊരു സൂചന അവിടെ നമുക്ക് തരുന്നുണ്ട്. ദെൻ പിന്നെ നമുക്ക് ഏകദേശം ഈക്വൽ എമൗണ്ട് ഓഫ് സപ്പോർട്ട് വരുന്ന 44,500 ജസ്റ്റ് നമുക്കൊന്ന് ഡ്രോ ചെയ്തിടാം. ബിക്കോസ് അവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള പുട്ട് ബിൽഡിങ്ങും കാണാം. സോ 44,500 ഒരു സപ്പോർട്ട് ഉണ്ട് അവിടെയും. അത് നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അവിടെ കുറച്ച് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് അവിടെ കോൾ ബിൽഡിംഗ് വരുമോ അല്ലെങ്കിൽ കുറച്ചും കൂടി നെഗറ്റീവ് ആവുമോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് ഇപ്പൊ കറന്റ് നമുക്ക് 45,500 സ്റ്റാർഡിലുള്ളത്. 45,000 ഇനീഷ്യൽ സപ്പോർട്ട് ആവാൻ ചാൻസസ് ഉണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ റെസിസ്റ്റൻസ് 46,000 ആണ്. ദെൻ അപ്പൊ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് FIDA ഡാറ്റ നോക്കാം. FIDA ഡാറ്റയിൽ എങ്ങനെയാണ് നമുക്ക് ഹോൾ മാർക്കറ്റ് റൺ ആക്കുന്നതെന്ന് നോക്കാം. FIS ഒരു പോസിറ്റീവ് ബയാസിലേക്കാണ്. ബിക്കോസ് ഇന്നലെ നമ്മൾ നോക്കാൻ നേരത്ത് FIS നെഗറ്റീവ് ആയിരുന്നു. ഇന്ന് മാർക്കറ്റ് പോസിറ്റീവ് ആയി. ദെൻ ബാക്ക് ടു ദേ ആർ പോസിറ്റീവ്. കാരണം FIS മീഡിയം ബുള്ളിഷ് ആൻഡ് മൈൽഡ് ബുള്ളിഷ് ആയി. പ്രോസ് സ്ട്രോങ് ബിയറിഷ് ഉണ്ട്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ മീഡിയം ബുള്ളിഷ് ഉണ്ട്. സോ ഒരു മിക്സഡ് വ്യൂ, സ്ട്രോങ് ബിയറിഷ് ഉള്ളത് കൊണ്ട് ഒരു മിക്സഡ് വ്യൂ തരുന്നുണ്ട്. FIS ഒരു പോസിറ്റീവ് വ്യൂ ആണ് തരുന്നത്. ബട്ട് FISന്റെ പോസിറ്റീവ് വ്യൂ എപ്പോഴും നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു എന്താ പറയുക, FIS പോസിറ്റീവ് ആകുമ്പോൾ മാർക്കറ്റ് നെഗറ്റീവ് ആവുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. സ്ട്രോങ് ബിയറിഷും ഉണ്ട്, മീഡിയം ബുള്ളിഷും ഉണ്ട്. സോ കുറച്ചും കൂടി ബിയറിഷിലേക്കാണ് അത് കാണുന്നത്. എനിവേ നമുക്കിനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഡാറ്റ നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡാറ്റയിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബിയർ സെന്റിമെന്റിലേക്കാണ് പോകുന്നത്. FI കോൾ ചേഞ്ച് -55,000 ആൻഡ് പുട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ -89 ആണ്. ഇൻഡിക്കേറ്റിംഗ് ബുള്ളിഷ് ആണെങ്കിലും കുറച്ചും കൂടി ഒരു ബിയർ സെന്റിമെന്റ് ആണ് നമുക്ക് അവിടെ അധികമായിട്ട് കാണാൻ കഴിയുക എന്നുള്ളത് കാര്യം നോക്കുക. ആൻഡ് ചെറിയ രീതിയിലുള്ള ഒരു FI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 88,200 ആൻഡ് നമുക്ക് ലാസ്റ്റ് തേഴ്സ്ഡേ ഉണ്ടായത് -85,000 ആണ്. ഹ്യൂജ്
എന്താ പറയുക ഹ്യൂജ് സെല്ലിംഗ് ആണ്. ബട്ട് ഇന്ന് കുറച്ചൊരു പോസിറ്റീവാണ്. നമുക്ക് ആ സെല്ലിങ്ങിന്റെ ഒരു ചെറിയൊരു പുൾ ബാക്ക് ആവാനും ഒരു ചാൻസസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ ചെറിയൊരു പുൾ ബാക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ദെൻ ഇനി നമുക്ക് FI ഇൻഡെക്സ് ഓപ്ഷൻസിന്റെ ഒരു ഗ്രാഫും കൂടി നോക്കാം. അവിടെ നമുക്ക് നെഗറ്റിവിറ്റി ആണ് കാണുന്നത്. FI കോൾ OI എന്ന് പറയുന്നത് 25,700, പുട്ട് OI എന്ന് പറയുന്നത് 84,000. സോ ഹെവിജലി അവിടെ നമുക്ക് ഒരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആണ്. സോ ഇനി നമുക്ക് ക്യാഷ് മാർക്കറ്റ് നോക്കാം. ക്യാഷ് മാർക്കറ്റും കൂടി നോക്കുമ്പോൾ ക്യാഷ് മാർക്കറ്റിലെ FIs 100 രണ്ടും പോസിറ്റീവ് ആയിട്ടുണ്ട്. ജസ്റ്റ് 100+ ക്രോർ FIs ബൈ ചെയ്തു. DIs 3,000 സോറി. സോ DIs നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട്. ബട്ട് എപ്പോഴും കെയർഫുൾ ആവുക, ബിക്കോസ് നമുക്ക് വരാൻ പോകുന്നത് മീൻസ് ഇതാണ് ബഡ്ജറ്റ് ഡേയ്സ് ആണ് വരാൻ പോകുന്നത്. സോ അപ്പോൾ ഓവറോൾ മാർക്കറ്റ് വെക്കാൽ ഒരു മിക്സഡ് വ്യൂ ഇപ്പോഴും ഉണ്ട്. ബിക്കോസ് FIs പോസിറ്റീവ് ഉണ്ട്, പ്രോസ് ആണെങ്കിൽ ചെറിയൊരു മീൻസ് സ്ട്രോങ് ബിയറിഷും ഉണ്ട്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഒരു ബുള്ളിഷും ഉണ്ട്. സോ മേ ബി ഒരു വോളറ്റൈൽ തന്നെയാണ് നമ്മൾ ഇനിയും നമുക്ക് എന്താ പറയുക നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇനി നമുക്ക് വിക്സിന്റെ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് വിക്സ് എങ്ങനെയാണ് മൂവ് ചെയ്തേക്കണമെന്ന് നോക്കാം. ഒരു 1 day ടൈം ഫ്രെയിമിൽ നോക്കാം. വിക്സ് നല്ലൊരു റേഞ്ച് ഓഫ് ബ്രേക്ക് ഔട്ടാണ് നമുക്ക് തന്നത്. അതിനുശേഷം ഇപ്പോൾ വിക്സിന് ഇനി നല്ല റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 16 ആണ്. ഏകദേശം ആ ലെവലിന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവല് വിക്സിന്റെ ഈ ഒരു ലെവലിലേക്ക് വിക്സ് അടുത്തോണ്ടിരിക്കുകയാണ്. ഒരു 16 ആ റേഞ്ച് ആണ്. 16 അവിടെ വന്നിട്ട് വിക്സിനെ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നില്ല. വൺസ് അതിന്റെ മേളിൽ വിക്സ് ഹോൾഡ് ചെയ്തുന്ന ദിവസങ്ങളിൽ വിക്സ് നല്ലോണം അത് എന്താക്കുന്നുണ്ട്, അത് ബ്രേക്ക് ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടെ കാണാം. വൺസ് 16 ബ്രേക്ക് ചെയ്താൽ വിക്സ് നല്ലോണം മേളിലേക്ക് പോകുന്നുണ്ട്. വിക്സ് ബ്രേക്ക് ചെയ്തു, ഏകദേശം 22ന്റെ അടുത്ത് പോയി, പിന്നെ അവിടെ താഴേക്ക് വന്നു. അവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് വന്നില്ല. വൺസ് അത് ബ്രേക്ക് ഔട്ട് ചെയ്തു, ഇവിടെ റീടെസ്റ്റ് ചെയ്തു, പിന്നെ നല്ല രീതിയിൽ മേളിലേക്ക് പോയി. അപ്പൊ വിക്സിനെ ശ്രദ്ധിക്കുക. വിക്സ് മേളിലേക്ക് ക്രോസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് റീജിയൺ ആയിട്ട് വന്നെയാണെങ്കിൽ നമുക്ക് വിക്സ് ഇനിയും ദിവസങ്ങളിൽ നമുക്ക് കൂടുമെന്ന് വിചാരിക്കാം. ഇനി അവിടെ ഇല്ല, ഇവിടെ നമുക്കൊരു ഫേക്ക് ഔട്ട് ആണ് തരുന്നുണ്ടെങ്കിൽ വിക്സ് കുറയും. അപ്പൊ നമുക്ക് അതേ രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാനും നോക്കുക. ഇത് ബ്രേക്ക് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ വന്നു, പിന്നെയും അത് സപ്പോർട്ട് എടുത്തു. ഇവിടെയൊക്കെ വിക്സിന്റെ വിക്കാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും മേളിലേക്ക് വൺസ് ഇവിടെയാണ് വിക്സ് പിന്നെ നല്ല രീതിയിൽ ഒരു ഡൗൺ ട്രെൻഡ് കാണിച്ചത്. സോ അതിനുശേഷമാണ് വിക്സ് പിന്നെ എന്താക്കുന്നത്, വിക്സ് കംപ്ലീറ്റ്ലി ഒരു ലോ റേഞ്ചിൽ ഇവിടെ കുറെ നാള് പിന്നെ അങ്ങനെ കൺസോൾട്ടേഷൻ, നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ഇപ്പോൾ വിക്സ് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ നമുക്കൊരു റീടെസ്റ്റ് തന്നിട്ടാണ് എന്താക്കുന്നത് മേളിലേക്ക് പോകുന്നത്. അപ്പോൾ വിക്സും ഇനിയും കൂടാൻ തന്നെ ചാൻസ് ഉണ്ട്. ഷുവർലി നമുക്കൊരു 17 to 18 റേഞ്ച് ഓഫ് വിക്സിനെ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. സോ അത് കുറച്ചും കൂടി ഒരു പെർസെൻറ്റേജ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ട്രേഡ്സ് കയറുന്നവരെ എപ്പോഴും വിക്സിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. ആൻഡ് അതോടൊപ്പം നമ്മൾ എല്ലാ ദിവസവും പറയണ മാതിരി തന്നെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാനും നോക്കുക. ആൻഡ് എപ്പോൾ മീൻസ് ഇനി വരുന്ന പ്രത്യേകിച്ച് സ്റ്റോക്കിലൊക്കെ കയറുന്നവർ എന്താ പറയുക മീൻസ് ഒരു ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പറയുന്ന ന്യൂസ് കാണുമ്പോൾ തന്നെ അതിലേക്ക് കയറാണ്ട് എപ്പോഴും അതിനൊരു സ്റ്റഡി നടത്തുക. സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ നോക്കുക. അതല്ല എങ്കിൽ മീൻസ് ആ സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡോ അല്ലെങ്കിൽ അപ്പ് ട്രെൻഡോ ഏത് ട്രെൻഡാണെന്ന് അറിയാം. ബിക്കോസ് നിങ്ങൾ ന്യൂസ് അറിഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് അറിഞ്ഞു വരുമ്പോഴത്തേക്കും ഓൾറെഡി അതിന്റെ റാലി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും നല്ല ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അതിന് ആ സ്റ്റോക്കിന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു സ്റ്റഡി നടത്തുക. സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കാനും നോക്കുക. സോ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു സ്റ്റോക്കും അങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും അത് ഷെയർ ചെയ്യാം. നമ്മൾ അതിന്റെ നല്ലൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്യാം. ആൻഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾ ഈ ടെലിഗ്രാം ചാനലിലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് യൂട്യൂബ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിഗണിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.